ഹലോ നമസ്കാരം, എല്ലാവർക്കും ഗൗതം റിയാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മുടെ ഡേ 57 ആണ് കേട്ടോ. അതായത് ഈ ആഴ്ച അവരുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഫാമിലി വീക്ക് ആണ്. അപ്പോൾ ഫാമിലി വീക്ക് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അങ്ങനെ വഴക്കോ കാര്യങ്ങളോ ഒന്നും അധികം കാണില്ല. എപ്പോഴും ഇങ്ങനെ ഒരു സ്മൂത്ത് ആയിട്ട് അങ്ങ് പോകുന്ന ഒരു വീക്ക് ആയിരിക്കും കേട്ടോ എന്ന്. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഒരു പേഴ്സണൽ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ആരുടെയും ഫാമിലി കാണണം എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് സത്യമായിട്ടും ഇല്ല കേട്ടോ. അതെ, ഈ സീസണിൽ നമുക്ക് അങ്ങനെ ആരുടെയും ഒന്നും തോന്നിയിട്ടില്ല വന്ന് കാണണമെന്ന്. മറ്റേതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പ്രൊമോ വരാനും അതേപോലെ തന്നെ ലൈവില് കാത്തിരിക്കുവായിരുന്നു. പക്ഷെ ഇപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല. അതെ, സത്യം പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് എന്തോ ഈ 3 പേരുടെ ഫാമിലിയാണ് ഇന്ന് ഉള്ളിൽ വന്നതെങ്കിലും എനിക്കൊരു പ്രത്യേകിച്ച് വൈബോ കാര്യങ്ങളോ ഒരു നോർമൽ ആയിട്ട് ഒരു എക്സൈറ്റ്മെന്റോ ഒന്നും തോന്നിയിട്ടില്ല. സാധാരണ അങ്ങനെയല്ലല്ലോ. പിന്നെ ഇത്രയും പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഇത്രയും ഒരു 57ാമത്തെ ദിവസം ആയിട്ട് പോലും ഒരു ഹോൾ ഉണ്ടാക്കിയ ഒരാൾ ആ വീട്ടിൽ സത്യം പറഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് ഒരു മെയിൻ കാര്യം. പിന്നെ കുറച്ചെങ്കിലും നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാല് നൂറയുടെയും ആദിലയുടെയും ഫാമിലി വരുമോ, അവര് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതും അത് ആ കോൺട്രവേഴ്സി ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അല്ലാതെ അവരുടെ ഒരു നമ്മുടെ ബിഗ് ബോസിൽ ഒരു പെർഫോമൻസ് കണ്ടത് ബേസ് ചെയ്തിട്ടല്ല, അല്ലെങ്കിൽ മനസ്സിലൊരു അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ സീസണിൽ. അതെ, പിന്നെ അതേപോലെ തന്നെ ഷാനവാസിന്റെ മോള് ഒരു പോസിറ്റീവ് വൈബ് ആയിരുന്നു. അതെ, അല്ല എല്ലാ ഫാമിലി എല്ലാം വന്നത് പോസിറ്റീവ് വൈബ് ആണെങ്കിലും നമുക്കൊരു എന്താ പറയാ ഒരു എക്സൈറ്റ്മെന്റ് എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ആ ഒരു സംഭവം ഇവരുടെ ആരുടെ ഫാമിലി വന്നപ്പോഴും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഉണ്ടായിരുന്നത് നമ്മുടെ ബിന്നിയുടെ ഹസ്ബൻഡ് വരുമ്പോ, കാരണം ഒരാഴ്ച ആളെ നിൽക്കുന്നുണ്ടല്ലോ, അപ്പം അതൊരു കുറച്ച് ഒരു എങ്ങനെയാണ് ഇതുവരെ നമ്മുടെ മലയാളം ബിഗ് ബോസിൽ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ അതെന്തെങ്കിലും ഒരു ഗെയിം ചേഞ്ചിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടാവോ എന്നുള്ളതൊന്നും അറിയണം എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ പറയുകയാണെങ്കിലും ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ടായിരുന്നു. അത് ആരിനൊരു മണ്ടത്തരം കാണിച്ചെന്ന് വേണം കേട്ടോ പറയാനായിട്ട്. അതെ, കാരണം ആര്യനെ കിട്ടണ്ടായിരുന്നു. പിന്നെ മെയിൻ ആയിട്ട് ഇന്ന് നടന്ന ഒരു സംഭവത്തില് ഇന്ന് നമ്മുടെ നോമിനേഷനിൽ കഴിഞ്ഞ ആഴ്ച നമ്മുടെ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ ആ ഒരു ജ്യൂസ് ഫാക്ടറി ടാസ്ക് ഉണ്ടല്ലോ, അതിൽ നോക്കിയാൽ തന്നെ എല്ലാവർക്കും ജ്യൂസ് കമ്പനി അതിൽ നോക്കിയാൽ തന്നെ എല്ലാവർക്കും അറിയാം, മിക്കവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറഞ്ഞ് സംസാരിച്ചതും എല്ലാം ആര്യനും അക്ബറിനും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കിട്ടരുത്. ഇപ്പൊ അതിലെ നൂറയൊക്കെ ആണെങ്കിൽ തന്നെ അനുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ അനീഷിന് വേണമെങ്കിലും കൊടുത്തോ, പക്ഷെ ആര്യൻ ആ കൊടുക്കരുത്, ഇമ്മ്യൂണിറ്റി പവർ കിട്ടരുത്, ശ്രദ്ധിച്ചു വേണം ചെയ്യാനെന്ന് പറഞ്ഞ് ഇത്രയും പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ എന്തായി, ആരൊക്കെയാണ് ഇവരെല്ലാം സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി കേട്ടോ. ഇന്ന് രാവിലെ കൂടെ ഒണിയിലും ആദിലയും തമ്മിലൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതായിരുന്നു അവരുടെ പേര് പറയുന്നത്. പറ്റിയെന്ന് പറഞ്ഞാൽ സ്ഥിരം ആര്യനും ഗിസയിലും എല്ലാം നോമിനേഷനിൽ വരുന്നതാ. അപ്പം അതുകൊണ്ട് നമുക്ക് അല്ലാത്ത ഈ വേറെ ആൾക്കാരുണ്ടല്ലോ, ലക്ഷ്മി അങ്ങനെയുള്ളവര് മെയിൻ ടാർഗറ്റ് ചെയ്ത് ഇവരെല്ലാരും കൂടി നോമിനേറ്റ് ചെയ്താണ്. പക്ഷെ എല്ലാരും നോമിനേറ്റ് ചെയ്തത് ലക്ഷ്മിക്കും നെവിനും ഒക്കെ പോയി. രക്ഷപ്പെട്ട് അവസാനം വലിയൊരു അടി തന്നെയായിരുന്നു കേട്ടോ വീട്ടുകാർക്ക്. കാരണം ഈ ആര്യനും വന്നില്ല, നമ്മുടെ അക്ബറും വന്നില്ല. ശരിക്കും പറഞ്ഞ ഒരു കോമഡി ആയിരുന്നെന്ന് വേണം കേട്ടോ പറയുന്നത്. എന്തൊക്കെ ഇന്ന് നമ്മുടെ ക്യാപ്റ്റനായി ബിന്നി വന്നപ്പോ പോലും ഇവർക്ക് ഇത്രയും സന്തോഷം ബിന്നി വന്നതിലല്ല, അത് ആര്യനും അക്ബറിനും കൂടെ നിന്നിട്ട് കിട്ടിയില്ലല്ലോ എന്നുള്ളതില്ല. കാരണം ഇമ്മ്യൂണിറ്റി, പിന്നെ ബിന്നി ആയതിൽ സന്തോഷം എന്താന്ന് വെച്ചാൽ ഓൾറെഡി ബിന്നിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ ആ കുപ്പി ആ ഒരു ഇതിൽ കിട്ടിയിരുന്നു. അപ്പൊ അതും ഈ ഒരു ക്യാപ്റ്റൻസിയും കൂടെ 2 ഇമ്മ്യൂണിറ്റി കിട്ടുമല്ലോ. അപ്പൊ ഏതെങ്കിലും ഒന്ന് അസാധുവായി പോവുമല്ലോ എന്നുള്ളതിലാണ് ആൾക്കാർക്ക് സന്തോഷം വന്നത്. അവരൊക്കെ ടീം കരുതി കാണും, ചിലപ്പോ ആ ടീമിൽ ആർക്കെങ്കിലും കിട്ടും. കാര്യം നൂറ് ഓൾറെഡി ബിന്നിക്ക് ഒരു ഇത് കൊടുത്തായിരുന്നല്ലോ, ഹസ്ബൻഡ് വരുന്ന ഒരു ഇത്. അപ്പം അത് കണക്ക് തിരിച്ചു വല്ല ഇമ്മ്യൂണിറ്റി കൊടുക്കുമെന്ന് കരുതി കാണും ചിലപ്പോ, എന്താ അറിയില്ല. എന്തായാലും പണിപാളി. അതെ, അപ്പൊ ഇന്നത്തെ ദിവസം ഇതൊക്കെയാണ് നടന്നത്. അപ്പൊ ഇന്ന് ഡേ 57 ആണ്. രാവിലെ നമ്മുടെ സോങ്ങോട് കൂടി തന്നെയാണ് തുടങ്ങുന്നത്. ഡിങ്കിരി 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 പട്ടാളം, ആ പാട്ടായിരുന്നു കേട്ടോ ഇട്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോ തന്നെ രാവിലെ തന്നെ കിച്ചണിൽ അനീഷും ബിന്നിയും തമ്മിലുള്ള വഴക്കാണ് നമ്മൾ കണ്ടത്. ബിന്നി കിച്ചൺ ക്യാപ്റ്റൻ ആണ്. ഇന്നലെ അവർക്ക് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ 3 നേരത്തെ ഫുഡും ഈ സെറ്റിന്ന് തന്നെയാണ് കേട്ടോ, ബിഗ് ബോസിന്റെ യൂണിറ്റിന്ന് തന്നെയാണ് കൊടുക്കുന്നത്. പൊതുവെ എല്ലാ ബിഗ് ബോസിലും തലേന്ന്, അതായത് ഈ സൺഡേ കിട്ടുന്ന ഫുഡ് അവര് വെച്ച് നെക്സ്റ്റ് ഡേക്ക് കാണും. ഒരുപാട് ഫുഡ് കാണും, നെക്സ്റ്റ് ഡേ വെച്ച് ചൂടാക്കി എടുത്ത് കഴിക്കാറാണ് രാവിലെ പതിവ്. പക്ഷെ ഈ നമ്മുടെ ഇപ്പോഴത്തെ ബിഗ് ബോസിൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചാല് തലേന്നത്തെ ഫുഡ്
ഒന്ന് അടച്ചു വെക്കുകയോ ഫ്രിഡ്ജ് വെക്കുക പോലും ആരും ചെയ്തിട്ടില്ല. എല്ലാവരും തുറന്നിട്ടിട്ടാണ് പോയത്. അങ്ങനെ അത് ഫുള്ള് കേടായി എടുത്ത് കളയാണ് കേട്ടോ ചെയ്തത്. അപ്പൊ ഇവിടെ അനീഷാണ് രാവിലെ വന്ന്, നമ്മുടെ വെസൽ ടീമിലുള്ളതാണ് അനീഷ് എങ്കിൽ പോലും ബാക്കിയുള്ള ഏരിയ ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അനീഷ് ചോദിക്കുന്നുണ്ട് ഫുഡെല്ലാം ഇവിടെ തുറന്ന് കിടന്നെയാണ്, എന്തുകൊണ്ട് അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചില്ലെന്ന് ബിന്നി എടുത്ത് ചോദിക്കുമ്പോൾ ബിന്നി പറയണത് എന്തിനാ അത് ചേട്ടൻ ചെയ്യാൻ പോയത്, ഇവിടെ പൊതുവെ അങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരു അനാവശ്യമായ ഒരു വഴക്കായിരുന്നു ബിന്നി ഇട്ടത്. കാരണം ഒരാൾ അത് ചെയ്യുമ്പോൾ എന്തിനു ചെയ്തു എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. വൃത്തികേടായി കിടക്കുന്ന ഒരു കിച്ചൺ അയാൾ ക്ലീൻ ചെയ്തിട്ടേന് അയാളോട് താങ്ക്സ് ആണ് പറയേണ്ടത്. അതായത് അല്ല, മറ്റേ അടഞ്ഞടക്കുന്നതിനൊക്കെ എക്സ്ക്യൂസ് ഉണ്ടല്ലോ, അത് പറയാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ തലയിലോട്ട് കുറ്റം ചുമത്തിയിട്ട് രക്ഷപ്പെടാനുള്ള പരിപാടി. അതായത് ബിന്നി പറയുന്ന ദിവസം ഞാൻ ഇന്നലെ കിച്ചണിൽ കയറിയില്ല. പിന്നെ അപ്പൊ അനീഷ് പറയുന്നത് എന്താന്ന് വെച്ചാൽ തലേന്ന് കഞ്ഞിയും കാര്യങ്ങളും ഒക്കെ കിട്ടും, അപ്പൊ അത് പിറ്റേ ദിവസം ഇവരെടുത്ത് ഒന്ന് ചൂടാക്കി ഊട്ടി ആ ചോറ് എടുത്തൊക്കെ കഴിക്കാറുണ്ടെന്ന് പറയുന്നു. ബിന്നി പറയുന്നുണ്ട് ഇവിടെ ആരും കഴിച്ചില്ല, ഫ്രിഡ്ജിൽ ഇത് വെക്കാനൊന്നും സ്പേസ് ഇല്ല, അങ്ങനെ ആരെങ്കിൽ അനീഷിനും എടുത്ത് വെക്കാറുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അതും ഒരു പോയിന്റ് ആണ്. ഇപ്പൊ അനീഷ് ഇപ്പം അങ്ങനെ എല്ലാവരും ഓക്കെ ബിന്നി കിച്ചൺ ടീമാണ് ആദ്യം തന്നെ ആവണമെന്നില്ലല്ലോ. ഇപ്പൊ അനീഷിനായാലും എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാറുന്നു. അത് ആരും തന്നെ അവിടെ ചെയ്തില്ല, എല്ലാവരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് അനു കിച്ചൺ ടീമിൽ ഉള്ളതാണ്. അനു കിച്ചൺ ടീമിൽ ഉണ്ടായിട്ട് പോലും അനു വെളിയിൽ നിന്ന് അനീഷ് എന്തെങ്കിലും സംസാരിക്കുന്നത് കണ്ടിട്ട് ദേഷ്യം വരണല്ലോ എന്ന് പറയുന്നു. നല്ലൊരു പോയിന്റ് പറയുമ്പോ അത് അതെ അത് എന്ന് പറഞ്ഞിട്ട് അനീഷിനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അത് വളരെ ഒരു ബോറായി പോയി. അങ്ങനെ എന്തായാലും ലക്ഷ്മി വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റാണ്, ഞങ്ങളത് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ലക്ഷ്മി അത് അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ബിന്നി ഇല്ല കേട്ടോ, ബിന്നി വീണ്ടും പ്രശ്നം ഉണ്ടാക്കി കൊണ്ട് തന്നെ നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടെ ഒണിയലും ഗിസയിലും തമ്മിൽ, ഒണിയലാണല്ലോ ക്യാപ്റ്റൻ, ഒണിയലും ഗിസയിലും തമ്മിൽ സംസാരിക്കുമ്പോൾ ഗിസയിൽ പറയുന്നുണ്ട് ഭയങ്കര ഹൈജീനിക് ആണ്, ഭയങ്കര സംഭവമാണ്, എല്ലാം വേണമെന്നും പറഞ്ഞ് വാങ്ങുന്ന ബിന്നിക്ക് ഇത് ചെയ്തില്ലെങ്കിൽ അത് തെറ്റ് തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഗിസയിലും ഒണിയലും തമ്മിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുക. അവിടെ ആരെയും കിച്ചൺ ടീമാണ് മറ്റു ടീമാണ് ഈ ടീമാണെന്നൊന്നും പറഞ്ഞിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ട് കാര്യമില്ല. അവിടെ ആർക്ക് വേണമെങ്കിലും ഫുഡ് തുറന്നിരിക്കുന്ന എടുത്ത് വെക്കാം. ഈവൻ നിവന് പോലും ഇത്രയും ഫുഡ് കട്ടെടുത്ത് തിന്നുന്ന ആൾക്ക് ഇതൊക്കെ എടുത്തൊന്ന് ഫ്രിഡ്ജിൽ വെക്കാവുന്നുള്ള. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്ന അല്ലാതെ വേറെ ഒന്നും നടന്നിട്ടില്ല. വളരെ മോശമാണ്. പ്ലേറ്റുകളൊക്കെ അങ്ങനെ തുറന്നിരുന്ന് വളരെ വൃത്തികേടായിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. കാരണം ഈ കിച്ചണിൽ വളരെ മോശമായിട്ട് എത്ര കംപ്ലൈന്റ് കിട്ടിയാലും ഇവര് നന്നാവത്തുമില്ല. ഞാൻ ചോദിക്കുന്നത് ഈ കിച്ചണിൽ തന്നെ അടുത്ത ദിവസം വന്ന് പണിയുണ്ട്. അത് അനീഷ് പറയുന്നുണ്ട് രാവിലത്തെ ചായ ഇല്ല, ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. അവിടുത്തെ ഒരു മെയിൻ കിച്ചൺ ക്യാപ്റ്റൻ ബിന്നിയാണ്, അനു ഉണ്ട്, ലക്ഷ്മി ഉണ്ട്, ഒന്നും തന്നെ ഇന്നത്തെ ദിവസം അവിടെ കിട്ടിയിട്ടില്ല എന്ന് നമ്മുടെ അനീഷ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻസി ടാസ്ക് ആണ്. അക്ഷര നക്ഷത്രം എന്നാണ് ക്യാപ്റ്റൻസി ടാസ്കിന്റെ പേര്. ഇതെന്താന്ന് ചോദിച്ചാല് അവിടെ കുറച്ചൊരു ബോക്സിൽ കുറെ ലെറ്റേഴ്സ് ഇട്ടിട്ടുണ്ട്. ബോർഡിൽ ഒരു വൈറ്റ് ബോർഡിൽ ഇങ്ങനെ ക്യാപ്റ്റൻ എന്നുള്ള ഒരു സംഭവം ഉണ്ട്. അതിൽ ഈ ലെറ്റേഴ്സ് എടുത്തിട്ട് പോയി കറക്റ്റായിട്ട് വെക്കണം. അത് ഓരോ വട്ടം ഓരോ ലെറ്റർ മാത്രമേ എടുത്തുകൊണ്ട് പോയി വെക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്നുള്ള ലെറ്റർ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അത് അവിടെ ഒരു ഗാർഡനിൽ ഒരു പെഡസ്റ്റലിൽ ഇരിപ്പുണ്ട്, അതിന്റെ മേളിൽ ഇരിപ്പുണ്ട്. ആ എന്നുള്ളത് ഒരാൾക്ക് മാത്രമേ കിട്ടൂ. വേഗം ഇത് ചെയ്ത് തീർന്ന ആൾക്ക് എണ്ണം കൂടെ എടുത്ത് വെച്ച ആ ആളാണ് ക്യാപ്റ്റൻ. അതായത് ക്യാപ്റ്റന്റെ ബാക്കിയുള്ള ലെറ്റർ എല്ലാം വെച്ചതിന് ശേഷം അവസാനം മാത്രമേ ഈ എന്നുള്ളത് പോയി എടുത്ത് വെക്കാൻ പറ്റൂ. അതെ. അപ്പോ നമ്മുടെ ഇവിടെ അക്ബറും ബിന്നിയും ആര്യനുമാണ് കേട്ടോ നിൽക്കുന്നത്. ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഏറ്റവും വേഗതയായിട്ട് ഒരു ടാസ്ക് കൊടുത്താൽ ചെയ്യാൻ പറ്റുന്ന വേഗത കൂടിയ ആളെന്ന് പറയുന്നത് നമ്മുടെ ആര്യന. കാരണം പണിപ്പുരയിലൊക്കെ പോയി തന്നെ എത്ര സ്പീഡായിട്ട് എത്ര ഇതായിട്ടാണ് ആൾ എടുത്തിട്ട് വരുന്നത്. അങ്ങനെയാണ്. പക്ഷെ ആര്യനാണ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ബാക്കിയുള്ളവർ ഇങ്ങനെ ആര്യനെ പുറത്താക്കാനുള്ള പ്ലാനുകളൊക്കെ ശരിക്കും ഇടുന്നുണ്ട് ലൈവില്. അപ്പൊ അത് കണ്ടിട്ട് ചിലപ്പോൾ ബിഗ് ബോസ് തന്നെ ആയിരിക്കും ഇങ്ങനെ ഒരു ടാസ്ക് കൊടുത്തേക്കുന്നത്. കാര്യം ഒരാൾ ഇതണക്ക് ബാക്കിയുള്ളവർ ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ബിഗ് ബോസ് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ചെയ്യത്തുള്ളൂ. അതെ. അപ്പൊ ആര്യനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആര്യൻ ഇത് ചെയ്യാനാണ് പ്ലാൻ. ഞാൻ വിചാരിച്ചു ആര്യൻ ആയിരിക്കും എന്നാണ് കേട്ടോ കരുതിയത്. പക്ഷെ നമ്മുടെ ആര്യനാണല്ലോ. ആര്യൻ എപ്പോഴും ഒരു മണ്ടത്തരം കാണിച്ചു വെക്കാറുണ്ടല്ലോ എല്ലാത്തിലും. കഴിഞ്ഞ മറ്റേ കുപ്പി ടാസ്കിലും അല്ല, നമ്മുടെ ആര്യനും ബിന്നിയും കൂടെ വന്നതിന് എനിക്ക് തോന്നുന്നു ബിന്നിയുടെ നാളിന് ആര്യന്റെ നാള് ഭയങ്കര ലക്കാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം കഴിഞ്ഞ വട്ടം ഈ കുപ്പി ഇങ്ങനെ ഇമ്മ്യൂണിറ്റി എടുക്കുന്ന ടാസ്കിലും ആര്യൻ വന്നിട്ട് ബിന്നിയെ കൈ ചൂണ്ടിയിട്ട് അക്ബർ എന്ന് പറഞ്ഞു ബിന്നിക്ക് ഇമ്മ്യൂണിറ്റി കിട്ടി. ഈ ഒരു സംഭവത്തിലും ആര്യൻ അത് ഫസ്റ്റ് ചെയ്തു.
ആര്യൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ഒരു ബോക്സിൽ തന്നെ എന്നെ കിടന്ന് തപ്പുക. ഓൾറെഡി അവർ ടാസ്ക് വായിച്ചപ്പോ പറയുന്നു എന്നെ അവിടെ പെഡസ്ട്രിയൽ ഒരെണ്ണേ ഉള്ളൂ. അത് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് ഓൾറെഡി കേട്ടില്ല. ഇത് കിടന്ന് തപ്പുവാണ്. ഉടനെ ബിന്നി എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഓടിപ്പോയി എന്നെ എടുത്ത് വെച്ച് അപ്പോഴത്തേക്ക് ആരും പറയും എനിക്ക് കിട്ടിയില്ല. അതെ എന്നെ കിട്ടിയില്ല കാരണം ഇതിനകത്തില്ല എന്നെ. അങ്ങനെ ആ മണ്ടത്തരം കാണിച്ചിട്ട് അതെ അങ്ങനെ ഈ ഒരു സംഭവം നമ്മുടെ ബിന്നിക്ക് കിട്ടിയിട്ടോ. അങ്ങനെ ബിന്നിയാണ് ക്യാപ്റ്റൻ ആയത്. ആര്യന്റെ മണ്ടത്തരം കൊണ്ട് തന്നെയാണ് അത് പോയത്. പിന്നെ ബിഗ് ബോസ് എല്ലാവരും വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇതൊരു ഫാമിലി വീക്കാണ്, പക്ഷെ ഏരന്റെ പണിയാണ്, അതുകൊണ്ട് ചില കടമ്പകളൊക്കെ കടക്കേണ്ടി വരും ഫാമിലിയെ കാണാനെന്ന്. പിന്നെ ബിന്നിക്ക് ഒരാഴ്ച നിക്കാം, ഈ ബിന്നിയുടെ വീട്ടിൽ നിന്ന് വരുന്നവർക്ക് നിക്കാം എന്നുള്ളൊരു പവർ ഉള്ളത് കൊണ്ട് തന്നെ ബിന്നിയോട് പറയുന്നുണ്ട്. ബിന്നിയുടെ ഹസ്ബൻഡാണ് വരുന്നത്, നോബിൻ എന്നാട്ടോ ആളുടെ പേര്. ആള് ഫിലിമിലും നമ്മുടെ ഫിലിമല്ല സീരിയൽ ആക്ടറാണ്. അപ്പം ആള് വരുന്നുണ്ട്. അപ്പം ആദ്യമേ ഒരു ട്രെയിനിന്റെ സൗണ്ട് കേൾക്കും, 10 മിനിറ്റ് ടൈം കാണും, റെഡി ആവുക. എന്നിട്ട് സെക്കൻഡ് ട്രെയിനിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഗാർഡൻ ഏരിയയിൽ വന്ന് ആളെ വെൽക്കം ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഇവർക്കായിട്ട് ഒളിപ്പേര് എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ്. അതായത് വീട്ടിലുള്ളവർക്ക് ഒരു പസിൽ കൊടുക്കും, അതിൽ നിന്ന് ഇന്ന് വരാൻ പോകുന്ന 2 ഫാമിലിയുടെ പേരിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറയും. അത് അനീഷും ഷാനവാസായിട്ടായിരുന്നു അവർ കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫാമിലി കാണണം എങ്കിൽ ടാസ്ക് ഉണ്ടെന്ന് അനീഷിന്റെ അടുത്തും ഷാനവാസിന്റെ അടുത്തും പറയാണ്. ആക്ടിവിറ്റി ഏരിയയിൽ വരാൻ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ആക്ടിവിറ്റി ഏരിയയിൽ പോയി നിൽക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മുടെ ഷാനവാസിന്റെ വൈഫും കുട്ടിയാണ് കേട്ടോ കേറുന്നത്. അതെ ഇവർക്ക് കാണാം. അപ്പൊ കേറുന്നുണ്ട്. നല്ലൊരു അടിപൊളി ഒരു കുഞ്ഞു മോളായിരുന്നു കേട്ടോ. നല്ല പോസിറ്റീവ് ആയിരുന്നു, നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല ഒരു ഇതായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അനീഷല്ല ഷാനവാസ് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ മോളെയൊക്കെ കണ്ടതിന് ശേഷം. അങ്ങനെ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ അനീഷിന്റെ ബ്രദറും അമ്മയുമാണ് കേറിയത്. അപ്പൊ അനീഷ് ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി കേട്ടോ. അമ്മ തരും കരുതിയില്ല പുള്ളിക്കാരൻ. അതായത് അച്ഛന് സുഖമില്ലാത്തോണ്ട് അമ്മ അനിയനും വേറെ ആരെങ്കിലും ആയിരിക്കും വരുന്നതെന്നൊക്കെ കരുതിയത്. പക്ഷെ അമ്മ വന്ന് ഇങ്ങനെ ഒരു നല്ലൊരു അല്ല അമ്മ വന്നപ്പോ തന്നെ അനീഷ് അവിടെ ഫ്ലാറ്റ് ആയി കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് ടാസ്കും കൂടെ ഉണ്ട്. അപ്പൊ ഒന്ന് ആലോചിക്കണം. പക്ഷെ ഇത് ഓൾറെഡി ബിഗ് ബോസ് ചെയ്യേണ്ട പണിയെന്ന് പറഞ്ഞാലും ഇത് ഞാൻ ചോദിക്കുന്നത് വന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ ഈ 57 ദിവസമായിട്ട് ഏഴന്റെ പണിയെന്ന് പറഞ്ഞിട്ട് മറ്റേ ഇല്ല ക്യാപ്റ്റൻസി ടാസ്ക് ഓർമ്മയുണ്ടോ? ഇങ്ങനെ റോക്കറ്റ് എറിയുക, കഴിഞ്ഞോട്ട് ഇമ്മ്യൂണിറ്റി കൊടുത്ത പവർ ടാസ്ക് ഓർമ്മയുണ്ട്, ഇതൊക്കെയായിരുന്നു. എന്നിട്ട് ഈ ഒരു സംഭവം കൊടുത്ത എന്താന്ന് വെച്ചാല് 8ന്റെ പണിയായിരുന്നു കേട്ടോ. 7ന്റെ പണിയെന്നൊന്നും പറഞ്ഞാൽ പോരാ. കൊടുത്തിരുന്ന ടാസ്ക് എന്താന്ന് വെച്ചാൽ രണ്ടുപേർക്കും അതെ കുറെ നേരം എടുത്തെന്നല്ല, ഭയങ്കര കഷ്ടപ്പെട്ടുള്ള ടാസ്ക് ആയിരുന്നു. കാരണം ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫാമിലി ഫോട്ടോ ഉണ്ട്, അതൊരു പസിൽ രീതിയിൽ വെച്ചിട്ടുണ്ട്, അതൊന്ന് അറേഞ്ച് ചെയ്ത് കറക്റ്റ് ആക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ടാസ്ക് എന്താന്ന് വെച്ചാല് ഒരു എന്താ 5 ഡൈസ് ആണ്. അതിൽ ഒരു ബോഡിയത്തിൽ നിന്ന് ഒരു ഡൈസ് എടുത്തിട്ട് സ്പൂണിൽ എടുത്തോണ്ട് വന്നിട്ട് സ്പൂണിലല്ല സ്കെയിലിൽ എടുത്തോണ്ട് വന്നിട്ട് അപ്പുറത്ത് പോവുക, അപ്പുറത്തുനിന്ന് രണ്ടാമത്തെ എടുത്ത് പോവുക. അങ്ങനെ 5 എണ്ണം ഉണ്ട്. 5 എണ്ണം എടുത്തോണ്ട് വന്ന് ഒരു ബൗളിൽ കൊണ്ടുവിടണം. അത് കടിച്ചു പിടിച്ചോണ്ട് സ്കെയില് കൈ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഈ ഒരു ഡൈസ് എടുക്കാൻ വേണ്ടി മാത്രമേ കൈ യൂസ് ചെയ്യാവൂ. സ്കെയില് കടിച്ചു പിടിച്ചിട്ട് 57ാമത്തെ ദിവസമാണ് വീട്ടുകാരെ കാണുകയും നമുക്ക് മനസ്സിലാക്കാം. വീട്ടുകാരും കാണുന്നുണ്ട്, ഇവരും വീട്ടുകാരെയും കണ്ടു, എന്നിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അങ്ങനെ അനീഷിനാണെങ്കിൽ അനീഷിന്റെ ഫാമിലി ഫോട്ടോയാണ് കൊടുത്തേക്കുന്നത്. അതും കല്യാണ ടൈമിൽ എടുത്ത ഫോട്ടോയാണ് കേട്ടോ. ഒരു തരത്തിൽ അനീഷിന് പറ്റുന്നില്ല. അനീഷ് ലൈവിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് എന്റെ കല്യാണ ഫോട്ടോ കിട്ടിയത് കൊണ്ട് തന്നെ ഒരു തരത്തിൽ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, എനിക്കത് കണ്ടപ്പോൾ തന്നെ വല്ലാതായി എന്നൊക്കെ അനീഷ് പറയുന്നുണ്ടായിരുന്നു. ഡിവോഴ്സ് ആണല്ലോ, ഓർമ്മയിലൊക്കെ പല കാര്യങ്ങളും വരുമായിരിക്കും. അപ്പോ പിന്നെ പറയാൻ പറ്റില്ല. നമ്മുടെ ഒരു ഫാമിലി ഫോട്ടോ എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരുടെ വീട്ടില് മിക്കപ്പോഴും ഇതേപോലെ എന്തെങ്കിലും കല്യാണങ്ങൾക്കൊക്കെ എടുത്തതൊക്കെ കാണുള്ളൂ. അപ്പൊ അല്ലാതെ വേറൊന്നും കാണില്ല. അപ്പൊ വീട്ടിലെല്ലാം ഫാമിലി ഫോട്ടോ എടുത്തിട്ട് വരാൻ പറഞ്ഞപ്പോ അവർ ഇതാരൊക്കെ എടുത്തിട്ട് വന്നത്. പക്ഷെ എന്തോ അനീഷൻ അങ്ങനെ ആയി. ഷാനവാസ് എന്തായാലും പസിൽ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നമ്മുടെ ഡൈസ് വെക്കുന്ന കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 7-8 വട്ടം ആളുടെ ചെയ്യുന്നത് തറയിൽ പോയി കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഫൈനലി ഇട്ടു. അനീഷും ലാസ്റ്റ് അത് ചെയ്തു. എന്നിട്ട് രണ്ടുപേരും ഫാമിലിനെ പോയി കാണുന്നുണ്ട്. അപ്പം ഷാനവാസ് പറയുന്നുണ്ട് രണ്ടുപേരും നന്നായിട്ട് വണ്ണം വെച്ചല്ലോ, നല്ല ഫുഡൊക്കെ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞും കുട്ടീനെയും ഈ വൈഫിനെയൊക്കെ അവർ തമ്മിലുള്ള നല്ല നല്ല മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
ഇതില് നമ്മുടെ മോൾക്ക് ഏറ്റവും ഇഷ്ടം നെവിനെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതേപോലെ അങ്ങനെ കുറച്ച് ഇതൊക്കെയായിരുന്നു. പിന്നെ അനീഷ് സത്യം പറഞ്ഞാൽ ഈ ടാസ്ക് കഴിഞ്ഞിട്ട് ആക്ടിവിറ്റി ഏരിയയിൽ തന്നെ വല്ലാതെ അയങ്ങി ഇരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ആള് കരയുന്നുണ്ടായിരുന്നു. ആള് മൊത്തത്തിൽ ബ്ലാങ്ക് ആയ ഒരു ഇതായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മയും ബ്രദറും പോയി കാണുന്നുണ്ട്, പോയി കണ്ട് സംസാരിച്ച് കൊണ്ടുവരുന്നുണ്ട്. അവരും നല്ല ബോൾഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. എന്നിട്ട് ഷാനവാസിന്റെ വൈഫ് പറയുന്നുണ്ട് നല്ലതായിട്ട് മെലിഞ്ഞു, ഇപ്പൊ നല്ല സുന്ദരനായെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. അനീഷിന്റെ അമ്മ നമ്മുടെ ലൈവില് അനീഷിനോട് പറഞ്ഞായിരുന്നു, നീ ആദ്യം വന്ന കണക്ക് ഗെയിം കളിക്കൂന്ന് പറഞ്ഞു കേട്ടോ. അതായത് ആദ്യം വന്നപ്പം ഒറ്റയ്ക്കായിരുന്നല്ലോ ഗെയിം കളിച്ചത്, അതായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷെ അനീഷിനൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. അനീഷ് ഫുൾ എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ് കേട്ടോ ഇവര് വന്നത്. പിന്നെ അതേപോലെ തന്നെ ആദില അനീഷിന്റെ ഉമ്മയുടെ അടുത്ത് സോറി ചോദിക്കുന്നുണ്ട് അനീഷിനെ അടിച്ചതിന്. അപ്പം അമ്മ പറയാം അത് നിങ്ങളുടെ പാട്ടല്ലേ, കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ ഈ ഇവരുടെ ഫാമിലിക്ക് ഒരു ടാസ്ക് ബിഗ് ബോസിന് കൊടുക്കുകയാണ്. അതായത് അവരല്ലാതെ അവരുടെ ഇപ്പൊ ഷാനവാസും അനീഷും അല്ലാതെ വേറെ ആർക്ക് ആളുകൾക്ക് അവരുടെ വീട്ടുകാർക്ക് ആരെയാണ് ഇഷ്ടം കൂട്ടത്തില് എന്നിങ്ങനെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷാനവാസിന്റെ വൈഫ് വന്നിട്ട് അനീഷിനെയാണ് പറയുന്നത്. ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കോംബോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആദിലയും നൂറയും ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഷാനവാസിന്റെ മോള് നെവിനെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നെവിൻ ഭയങ്കരമായിട്ട് ചാടി പോകുന്നുണ്ട്. പിന്നെ അതിനുശേഷം അനീഷിന്റെ അമ്മയൊക്കെ വന്നിട്ട് ഇതണക്ക് ഷാനവാസിനെ ഇഷ്ടം എന്നിങ്ങനെ പറയും. ആര്യനെയാ ഇഷ്ടം കേട്ടോ ബ്രദർ പറഞ്ഞത്. പിന്നെ പറയുന്നുണ്ട് ഇവരുടെ കോംബോയും ഇഷ്ടമാണ്, ഷാനവാസിനെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവര് തിരിച്ചു പോയി. അവർ പോയി കഴിയുമ്പോൾ നമ്മുടെ അക്ബർ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ആദിലയുടെ വീട്ടിൽ നിന്ന് ദിയാസന വരണം, വന്നിട്ട് കുറച്ച് വഴക്കിട്ടിരിക്കണമെന്ന് ഫണ്ണി ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ നൂറ് പറയുന്നുണ്ട് അവൾക്കത് വിഷമാവുന്നുണ്ട്, അങ്ങനെ പറയല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോൾ ആദില ഇവിടെ അകത്തിരുന്ന് കരയുന്നുണ്ട്. അപ്പൊ അക്ബർ പറഞ്ഞു സോറി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് എനിക്ക് ഇഷ്ടമുള്ളതൊരു കാര്യം എന്താന്ന് വെച്ചാല് ഈ ആദില കരയുന്നു, അക്ബർ ഒന്ന് സോറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ അനു വന്നിട്ട് ബാബാ ഇനി അങ്ങോട്ട് പോയി ഇരിക്കാന്ന് പറഞ്ഞ് വിളിച്ച് പോകുന്നുണ്ട്. എന്തിനാണോ ഈ ഓവർ ഷോ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അവര് നമ്മൾ സംസാരിച്ചാൽ അത് വിഷമമെങ്കിൽ ഒരു സോറി പറഞ്ഞ് അത് തീർക്കട്ടെ. അതിന്റെ ഇടയ്ക്ക് വന്ന് ഈ വിളിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്ന എന്തിനാ, ഒരാൾ സംസാരിക്കുകയല്ലേ. എനിക്കെന്തോ അത് അത്ര ഇഷ്ടമായിട്ട് തോന്നില്ല. രണ്ടുപേരും നമ്മൾ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ബാബ എനിക്ക് പോവാന്ന് പറയുമ്പം അതൊരു ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇരുന്ന് കരയുന്നുണ്ട്. അപ്പം അതില പറയുന്നുണ്ട് ആള് പറഞ്ഞ ശരിയാണ്. അപ്പം നൂറ് പറയുന്നുണ്ട് ആളുടെ ബുദ്ധിയില്ലായ്മയിൽ എന്തെങ്കിലും പറഞ്ഞെന്നുണ്ട്. അപ്പൊ അതില പറയുന്നുണ്ട് ആ പറഞ്ഞ ശരിയാണല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അറിയാതെ വീണതാണ്, അതെ രീതി പറഞ്ഞതാ. പക്ഷെ അത് കൊണ്ട് അതെ. ഇനി അടുത്ത നോമിനേഷൻ പ്രോസസ് ആണ്. ഇതിൽ പണിക്കുപ്പി ടാസ്കിൽ ഇമ്മ്യൂണിറ്റി കിട്ടിയ പവറും നമ്മുടെ ബിന്നിക്കുണ്ട്. അതേപോലെ ക്യാപ്റ്റൻസി ടാസ്ക് ക്യാപ്റ്റൻ ആയതിന്റെ ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇതിൽ ഒരെണ്ണം വേണമെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാം എന്ന് പറയുമ്പോൾ ബിന്നി പറയുന്നുണ്ട് ഞാൻ ആർക്കും കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത ആഴ്ച എന്തായാലും എന്നെ നോമിനേറ്റ് ചെയ്യും. അപ്പൊ അവർക്കാർക്കും ഇല്ലാത്ത എണ്ണം എനിക്ക് വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആർക്കും കൊടുക്കുന്നില്ല. വീട്ടുകാരൊക്കെ ഒന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ നോമിനേഷൻ അനീഷാണ് ആദ്യം ചെയ്യുന്നത്. അത് വന്നിട്ട് നെവിനെയും ഒനിയലിനെയാണ് ചെയ്യുന്നത്. ടാസ്ക് നന്നായിട്ട് ചെയ്യുന്നില്ല എന്നുള്ള, ഒനിയന്റെ ക്യാപ്റ്റൻസി നല്ലതല്ല എന്നുള്ള രീതിയിൽ. അനു വന്നിട്ട് സാബുമാനെയും ലക്ഷ്മിയും ചെയ്യുന്നുണ്ട്, ഒട്ടും ഗെയിം ഇല്ല എന്നിങ്ങനെ പറഞ്ഞിട്ടാണ്. ആര്യ വന്നിട്ട് ആദിലയും അനുവിനെയും പറയുന്നുണ്ട് അത് ആക്റ്റീവ് അല്ല, അതേപോലെ ഗെയിം കുളമാക്കുന്നു എന്നുള്ള രീതിയിലാണ്. പിന്നെ അക്ബർ നൂറയും ലക്ഷ്മിയും പറയുന്നുണ്ട് വീക്കാണ്, ഇൻവോൾവ്മെന്റ് ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഒനിയല് ലക്ഷ്മിയും ഗിസേലിനെയും പറയുന്നുണ്ട് ലക്ഷ്മി ഫേക്കാണെന്ന് പറയുന്നുണ്ട്. ഗിസേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ആര്യനായിട്ടുള്ള തമ്മിലുള്ള ഇഷ്യൂ വെച്ചിട്ടാണ് പറയുന്നത്. പിന്നെ ഗിസേലിന്റെ ലക്ഷ്മിയും നൂറയും പറയാണ് ഗിസേല് ഗെയിം പ്ലാൻ ഇല്ല, ഇൻവോൾവ്മെന്റ് ഇല്ല എന്നിങ്ങനെയാണ് പറയുന്നത്. ഷാനവാസ് നെവിൻ അനുവിനെയാണ് പറയുന്നത് ടാസ്ക് കുളവാക്കിയെന്നാണ് നെവിനെ പറയുന്നത്. അനുവിനെ പറയുന്നത് വേറെ ആർക്കും കോയിൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര അഡമന്റ് ആയിട്ട് നിന്നതെന്ന് പറയുന്നുണ്ട്. അത് നെവിൻ സാബുമാനെയും ഗിസേലിനെയും പറയുന്നുണ്ട്. പിന്നെ ആദില ലക്ഷ്മിയും ഒനിയലിനെയും പറയുന്നുണ്ട് ടാസ്കിൽ ഇൻട്രസ്റ്റ് ഇല്ല, ആക്റ്റീവ് ആവണമെന്ന് പറഞ്ഞിട്ട്. സാബുമാൻ വന്നിട്ട് അനുവിനെ ആദിലയും പറയുന്നുണ്ട് ഫേവറിറ്റിസം എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ലക്ഷ്മി ആദിലയും നൂറയാണ് പറയുന്നത്. അതായത് ആദില നൂറയും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആദില ഇവിടെ ഒരുപാട് ഫേക്ക് ആയിട്ട് അല്ലെങ്കിൽ അനീഷിനെ ആയിരുന്നു ടാർഗറ്റ് ചെയ്തത്. നൂറയെന്ന് പറയുന്നത് ആദില എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിച്ച് ഒറ്റ ഇതായിട്ടാണ് അവർ നിൽക്കുന്നത്. നൂറ ഒനിയലിനെ നെവിനെയാണ് ആക്റ്റീവ് അല്ല എന്നുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. ബിന്നി അനീഷിനെയും ഗിസേലിനെയാണ് ചെയ്തേക്കുന്നത്. ലാസ്റ്റ് ഗെയിമിൽ ക്യാരക്ടർ വിട്ടുപോയെന്ന് അനീഷിനെ പറയുന്നുണ്ട്. അങ്ങനെ 2 വോട്ട് സാബുമാനും 3 വോട്ട് അനു, ഒനിയൽ, ഗിസേൽ, നെവിൻ, ആദില, നൂറയ്ക്ക് വന്നിട്ടുണ്ട്.
5 വോട്ട് ലക്ഷ്മിക്ക് വീണിട്ടുണ്ട്. അങ്ങനെ ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്യാൻ നോക്കിയിട്ട് രക്ഷപ്പെട്ടവര് ആര്യൻ, അക്ബർ, ഷാനവാസ്, അനീഷ് അതിനെ സേവ്ഡ് ആയി. ഓൾറെഡി നമ്മുടെ ബിന്നി സേവ്ഡ് ആണ്. ഇത്രയും പേരാണ് സേവ്ഡ് ആയി. ബാക്കി എല്ലാവരും നോമിനേഷനിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇവർ ഓവറായിട്ട് തിങ്ക് ചെയ്തത് ഇപ്പൊ പണി കിട്ടി എന്ന് തന്നെ പറയാം. വിചാരിച്ചാരും നടന്നില്ല. ഇതില് ആര്യനൊക്കെ തന്നെ ഞെട്ടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ അതെ അതെ, തവണ നോമിനേഷൻ വരാത്തല്ലേ ആരും ചാടി തുള്ളി മറിയായിരുന്നു അവിടെ ലൈവിൽ കിടന്ന്. അടുത്ത സ്പോൺസർ ടാസ്ക് ആയിരുന്നു. അതിന്റെ അൺലോക്ക് ദ കീ ടു വിക്ടോറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാരുതി സുസുക്കിയുടെ ഒരു പുതിയ വണ്ടി ഇറങ്ങിയിട്ടുണ്ട് വിക്ടോറീസ് എന്ന്. അപ്പൊ അത് വെച്ചിട്ടുള്ള സ്പോൺസർ ടാസ്ക് ആയിരുന്നു. 6 പേരടങ്ങുന്ന 2 ടീമാണ്. അതേപോലെ അക്ബർ, ഒനിയൽ ആയിരിക്കണം ക്യാപ്റ്റൻ. അതേപോലെ തന്നെ ഒരാള് വിധികർത്താവായിട്ട് മാറണം. അത് അനു ആണ് വിധികർത്താവായിട്ട് മാറിയേക്കുന്നത് ലാസ്റ്റ്. അങ്ങനെ ഗാർഡൻ ഏരിയയില് പെഡസ്ട്രിയിൽ 5 കീകൾ വെച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കീ, അപ്പം ഓരോ ടീം അതിൽ ഏതെങ്കിലും ഓരോ കീ തപ്പണം. ശരിയായ കീ തപ്പിയിട്ട് ഒരു ഗേറ്റ് പോലെ ഉണ്ട്, അത് ലോക്ക് തുറങ്ങുക. ശരിയായ കീ എടുത്ത് ഗേറ്റ് തുറക്കുക. പിന്നെ അടുത്ത ആള് വന്നിട്ട് ടീമിൽ തന്നെ അടുത്ത ആള് വന്നിട്ട് അങ്ങനെ സെക്കൻഡ് റൗണ്ടിൽ വന്നിട്ട് ഒരു ബോക്സ് ഉണ്ട്. ബോക്സിൽ അതേപോലെ ശരിയായിട്ടുള്ള കീ എടുത്തിട്ട് സൈൻ ബോർഡ് ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുക. 5 താക്കോൽ ഇട്ട് അതിന് ശരിയായ കീ എടുത്തിട്ട് സൈൻ ബോർഡ് തുറക്കുക. റൗണ്ട് 3യിൽ വന്നിട്ട് ആ ബോക്സിൽ നിന്ന് കിട്ടുന്ന സൈൻ ബോർഡ് 5 ഫീച്ചേഴ്സ് അടങ്ങുന്ന ബോർഡുകൾ കാണും. അത് സ്ക്രൂ ചെയ്ത് വെച്ചേക്കുക. അത് അൺസ്ക്രൂ ചെയ്യണം. അൺസ്ക്രൂ ചെയ്തിട്ട് റൗണ്ട് 4ൽ വന്നിട്ട് അടുത്ത ആൾ വന്നിട്ട് ഇത് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം. ആ സൈൻ ബോർഡ് ഓരോന്നോരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക. അതിനുശേഷം ആ ആൾ ഓടിപ്പോയിട്ട് ഫസ്റ്റ് ആരാണോ അതിന്റെ കീ, അതായത് വിക്ടോറിയസിന്റെ കീ എടുക്കുന്നത് അയാളാണ് വിജയിക്കുന്നത്. അങ്ങനെയാണ് റൗണ്ട്. അങ്ങനെ 2 ടീമായിട്ടാണ് വന്നേക്കുന്നത്. അതായത് വൈറ്റും ബ്ലാക്കും ആയിട്ടാണ് വന്നേക്കുന്നത്. വൈറ്റില് ആദില, അക്ബർ, ആര്യൻ, സാബുമാൻ, ബിന്നി, ലക്ഷ്മിയാണ്. അതേപോലെ ബ്ലാക്കില് അനീഷ്, ഗിസേൽ, ഒനിയൽ, നിവിൻ, നൂറ, ഷാനവാസ്. ഇവർ ഇത്രയും പേരാണ് വന്നേക്കുന്നത്. ജഡ്ജ് അനു ആയിട്ടാണ്. അക്ബർ ടീമാണ് ജയിച്ചേക്കുന്നത്. അവരെ കറക്റ്റായിട്ട് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ട്രെയിനിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. നമ്മുടെ നോബിൻ വന്നു വീട്ടിലേക്ക്. അപ്പം ബിന്നിയെ കാണുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ ഭയങ്കര റൊമാൻറ്റിക് ആയി എക്സൈറ്റഡ് ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നെവിനും നന്നായിട്ട് ഒരുങ്ങി വന്നൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ നോബിനെ കാണാനായിട്ട്. വീട്ടുകാരും ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് കഴിഞ്ഞിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇവർ തമ്മിൽ പേഴ്സണലായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് ബെഡിൽ ഉറങ്ങാൻ കിടക്കുന്നുണ്ട്. അത് അപ്പോഴത്തേക്ക് നെവിൻ ഒനിയലിന്റെ ബെഡിൽ ഫുള്ള് റോസാപ്പൂ ഒക്കെ ഇട്ടിട്ട് ഒരു ബണിയറ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഒനിയൽ പറയുന്നുണ്ട്, അതിപ്പോ എന്റെ ബെഡിൽ എന്നോട് ചോദിക്കാതെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അവന്റെ ബെഡ് വേണമെങ്കിൽ കൊടുക്കട്ടെ എന്നൊക്കെ നെവിൻ ഒനിയൽ പറയുന്നുണ്ട്. എന്നിട്ട് ഇവർ ഒരുമിച്ച് കിടക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് അനു കുറെ തലങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. അതായത് നമ്മുടെ സാബുമാനും ഒനിയലും നെവിനും സൈഡിലാണ് കിടക്കുന്നത്. ശല്യം ചെയ്യാതിരിക്കാൻ നെവിൻ വന്നത് എടുത്ത് മാറ്റുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇവര് വീട്ടിലെ കാര്യങ്ങളും അതേപോലെ ഇവിടുത്തെ ഗെയിം കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അതിൽ നോബിൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വന്നെന്ന് എഴുതി നിന്റെ ഇവിടെ വീക്കാക്കരുത് ഗെയിം എന്ന് പറയുമ്പോൾ ബിന്നി പറയുന്നത് ഞാനാണ് ഫസ്റ്റ് ലേഡി ക്യാപ്റ്റനായി ഇവിടെ എത്തിയെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബിന്നിയൊക്കെ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അവർ നിൽക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ആര്യനും അനുവും തമ്മിൽ ചെറിയ രീതിയിൽ ഒരു വെറുതെ വഴക്ക് നടക്കുന്നുണ്ട്. അതൊന്നും വലിയ കാര്യമൊന്നും അല്ല. അനു ഇന്ന് വൈകിട്ട് തൊട്ടും മോന്ത ഇറക്കിയിട്ടാണ് ഇരിക്കുന്നത്. എന്താ സംഭവം എന്ന് അറിയത്തില്ല. സംഭവമൊന്നുമില്ല. അതായത് ഫാമിലി റൗണ്ടിൽ എല്ലാരും വന്നിട്ട് തനിക്ക് ഫേവർ ആയിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നല്ല വിഷമിച്ചൊക്കെയാണ് അനു ഇരിക്കുന്നത്. മൊത്തത്തിൽ മൂഡ് ഔട്ട് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് എന്തായാലും ഒരു 3-4 ദിവസം എന്തായാലും ഉണ്ടാവും. അപ്പൊ ബാക്കി കാര്യങ്ങൾ എന്താന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഇത്രയൊക്കെ ഇന്ന് നടന്നിട്ടുള്ളൂ. അപ്പൊ നാളെ ഇനി 2 പേരുടെ ഫാമിലി 2-3 പേരുടെ ഫാമിലി വരും. അപ്പം അത് ഇതേപോലെ തന്നെ ആയിരിക്കും. വലിയ ഇതൊന്നും കാണത്തില്ല. ഫാമിലി വരിക, അതൊക്കെ അവർ ആഘോഷിക്കുക, പോവുക. ഇനി ഈ ആഴ്ച മൊത്തം അത് തന്നെ ആയിരിക്കും. ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് വല്ലതും കൊടുക്കുമായിരിക്കും. അപ്പൊ അത്രയൊക്കെ ഉള്ളു. ഇതിന്റെ ഇടയ്ക്ക് വേറൊരു സംഭവം നടന്നു കേട്ടോ. നെവിൻ വന്നിട്ട് അനുവിന്റെ ബെഡിൽ കിടക്കുന്നുണ്ട്. അപ്പം അനു പറയുന്നുണ്ട് ഇവിടെ കിടന്ന സീൻ മൊത്തം പിടിച്ചോ, എനിക്ക് സീൻ മൊത്തം കാണാൻ പറ്റും. നമ്മുടെ ഗിസലിനെ ആര്യനെയാണ് പറയുന്നത്. എന്റെ പൊന്നനു വേറെ വല്ല പണിയും നോക്കാൻ നോക്കും. ഫാമിലി ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയത് എന്തിനാണോ എന്തോ. ഇനിയിപ്പം ഗെയിം കളിക്കാൻ ഇനിയിപ്പം ഗിസലിന്റെ ആണെങ്കിലും അവരൊക്കെ ഫാമിലിയൊക്കെ വരാൻ പോകുന്നത്. അപ്പോഴേ ഈ ഒരു ടോപ്പിക് എടുത്തിടാതെ പോകുന്നതായിരിക്കും നല്ലത്. ചുമ്മാ ഭയങ്കര വൃത്തിയായിട്ട ഒരു രീതിയിലാണ് പോകുന്നത്. ആർക്കും ഒരു പ്രശ്നമില്ല. അനുവിന് മാത്രം ഈ ഫാമിലി റൗണ്ടൊക്കെ ആയി. വീട്ടുകാരെങ്കിലും ഓർത്തിട്ടൊന്ന് ഇതാണ്. അവരെന്തോ ആവട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എന്തായാലും നമുക്കിനി നാളത്തെ എപ്പിസോഡിൽ വീണ്ടും കാണാവേ. അപ്പൊ അതുവരെയും ബൈ.